ദിസ് ഈസ് ഇതിൻ. ഞാൻ സ്പൈഡർ നോയർ എന്ന് പറഞ്ഞ സീരീസ് കണ്ടു. ഇത് ആക്ച്വലി 1930s നടക്കുന്ന കഥയാണ്. അപ്പോൾ ഇത് ഓൾറെഡി മറ്റേ സ്പൈഡർമാൻ ഇൻറ്റു ദ സ്പൈഡർ വേഴ്സ് എന്നതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിനകത്ത് ജസ്റ്റ് ഒരു എന്ന് വെച്ചാൽ പല മൾട്ടിവേഴ്സിൽ എന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അങ്ങനെ അതിനകത്ത് ജസ്റ്റ് ഒന്ന് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് അവരുടെ തന്നെ ഒരു സീരീസാണ്, സ്റ്റാൻഡ് അലോൺ ആണ്, കണക്റ്റഡ് എവിടെയായിട്ട് അങ്ങനെ കണക്റ്റഡോ ഒന്നുമല്ല, സ്റ്റാൻഡ് അലോൺ പരിപാടിയാണ്. സോ ഇത് 8 എപ്പിസോഡ്സ് ആണുള്ളത്. ഇത് 2 രീതിക്കാണ് ഇത് അവർ ഇറക്കിയിട്ടുള്ളത്, ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും. സോ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി 1930s നടക്കുന്ന കഥയാണ്. ഈവൻ ആ ഒരു ഇൻറ്റു ദ സ്പൈഡർ വേഴ്സ് പരിപാടിയിലാണെങ്കിൽ പോലും പുള്ളിക്കാരൻ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു പരിപാടി അങ്ങനെയാണ് അതിനെ പോർട്രേ ചെയ്തേക്കുന്നത്. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞാൻ കണ്ടു, ലൈക്ക് കൊള്ളാം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഒരു എപ്പിസോഡ്സ് എന്തോ ഒന്ന് കളറിലൊന്ന് കണ്ടു നോക്കി, വലിയ വിനയൊന്നും ഇല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കൊള്ളാം. സോ എന്ന് വെച്ചാൽ എന്തായാലും 2 രീതിയിലുണ്ടല്ലോ, നമുക്ക് എങ്കിൽ വരണമെങ്കിൽ അങ്ങനെ ഒന്ന് കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ നോക്കിയാണ്. പക്ഷേ പോരാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ നൈസ്, ഒരു വൈബ് ഉണ്ട് അത്. സോ കമ്മിങ് ടു കഥയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മളെ പീറ്റർ പാർക്കർ ഒന്നുമല്ല, ഇതിനകത്ത് ബെൻ റാലി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററാണ്. പുള്ളിക്കാരനാണ് ഇത്തവണത്തെ ഇവിടുത്തെ സ്പൈഡർമാനും അല്ല, സ്പൈഡർ എന്നാണ് അവിടെ നാട്ടുകാരെ വിളിക്കുന്നത്. ആൻഡ് എന്തുവാ ലൈക്ക് ഈ പറഞ്ഞതുപോലെ പുള്ളിക്കാരൻ ഒരു പേഴ്സണൽ ഇഷ്യൂ തനിക്കുണ്ടായത് കാരണം നാട്ടുകാരെ രക്ഷിക്കുന്ന പരിപാടിയും ഈ സ്പൈഡർ ഉദ്യോഗവും എല്ലാം വിട്ട് അളിയൻ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ പരിപാടി തന്നെ അങ്ങ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് താൻ ഇതിലോട്ട് വീണ്ടും ബാക്ക് ടു സ്പൈഡറിലോട്ട് തിരിച്ചു വരികയും അങ്ങനെ വീണ്ടും നാട്ടുകാരെ രക്ഷിക്കുന്നതും ആ ഒരു കേസും അതുമായിട്ട് വരുന്ന കുറേ സൂപ്പർ വില്ലൻസും ഒക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു പോണത്. സോ പെർഫോമൻസ് വൈസ് കൊള്ളാം. ലൈക്ക് ഇതിൽ നിക്കോളാസ് കേജ്, നമ്മൾ ആ ഗോസ്റ്റ് റൈഡർ അണ്ണനാണ് ഇതിനകത്തുള്ളത്. അപ്പം ലൈക്ക് അത് മാത്രമല്ല, ഇതിനകത്ത് എല്ലാം ലൈക്ക് കഥ വെറൈറ്റിയാണ്. മറ്റേ ഇപ്പം ആ ഒരു ലൈക്ക് സ്ഥിരം സ്പൈഡർമാൻ ഐറ്റത്തിൽ പീറ്റർ പാർക്കറിന് ചിലന്തി അടിക്കും പോലെ അല്ല ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ കഥ വൈസ് എങ്ങനെയാണ് തനിക്ക് പവർ കിട്ടുന്നത് എന്നടക്കമുള്ളതെല്ലാം കൊള്ളാം, അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ആകെപ്പാടാന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് ചില സീൻസ് അതും റയറാ, ചില സീൻസ് കണ്ടപ്പോൾ എന്താ വെച്ചാൽ ഗ്രീൻ സ്ക്രീനിന് ചുറ്റും വട്ടം കെട്ടിയിരിക്കണമെന്നുള്ളത് കാണുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റുന്നുണ്ട്, ഫ്യൂ സീൻസ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ആദ്യത്തെ 1-2 എപ്പിസോഡ്സിലൊക്കെ ഈ ചരിച്ചുള്ള ഒരു ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നൈസ് ഷോട്ടായിരുന്നു. അതും ഈ ഔട്ട്സൈഡ് പുറത്തുനിന്നുള്ള ഷോട്ടുകളൊക്കെ നൈസ്. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ഗ്രീൻ സ്ക്രീന് വട്ടം കെട്ടിയിരിക്കുന്നത് കൂടുതലും മറ്റേ ലോങ് ഷോട്ടിനൊക്കെ വൈഡിനൊക്കെ അങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ കൊള്ളാം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മൊത്തത്തിലൊരു വെറൈറ്റി സ്പൈഡർമാനാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മറ്റേ നമ്മളെ ഈ ഷെർലോക്ക് ഹോംസ് പരിപാടി ഉണ്ടല്ലോ, അതുപോലെ അങ്ങനത്തെ ആ ഒരു വേൾഡിനകത്തോട്ട് ഒരു സ്പൈഡർമാനെ കൊണ്ടിട്ടാൽ അങ്ങനെ എനിക്ക് സ്പൈഡർമാനാണ് ഇവിടുത്തെ മെയിൻ ആള് എന്നുള്ള രീതിയിൽ കൊണ്ടിട്ടായിരിക്കും, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഞാൻ ഓൾറെഡി മെയ് 27-ന് കണ്ടു തുടങ്ങിയതാണ്. ഇത് അന്നാണ് വന്നത്, ആമസോൺ പ്രൈമിലുണ്ട്. സോ അങ്ങനെ അന്ന് കണ്ടു തുടങ്ങിയതായിരുന്നു. അപ്പോൾ 1-2 എപ്പിസോഡ്സ് കഴിഞ്ഞപ്പോഴേക്കും കാട്ടാളനും കരയും പിന്നെ ബ്ലാസ്റ്റും എല്ലാം അതിൻ്റെ ഇടയിൽ മിക്സായി പോയതുകൊണ്ട് പിന്നെ അതവിടെ അങ്ങ് പാതിക്കിടേണ്ടി വന്നു. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ ആയിരുന്നു ഞാൻ ചിലപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചിരിക്കുക. സോ അങ്ങനെ ഇന്ന് തീർത്തതാ ഇപ്പം തന്നെ കയ്യോടെ ഇട്ട് സംസാരിക്കുകയാണ്. എനിക്ക് നല്ല രീതിയിൽ വർക്കായി സാധനം. എന്ന് വെച്ചാൽ സെക്കൻഡ് സീസണൊന്നും ഞാൻ അനൗൺസ് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്ന് വെച്ചാൽ 8 എപ്പിസോഡ് കുത്തിയിരുന്ന് ഒറ്റ സ്ട്രെച്ചിൽ, ഇപ്പം സീരീസ് ലവേഴ്സിലൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ കുത്തിയിരുന്ന് കാണാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം കണ്ടു നോക്കുക. ഇനിയും ഞാൻ വിട്ടുപോയത് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, അറിയാമെന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. ലൈക്ക് ആ കഥയുടെ ആ ഒരു രീതി കൊള്ളാം. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ആശാൻ ആ പവർ വന്ന ആ ഒരു ഇതാണ്. സ്ഥിരം മറ്റേ പീറ്റർ പാർക്കറിന് ചിലന്തി അടിച്ചുണ്ടായതുപോലത്തെ പരിപാടിയൊന്നും അല്ല ഇത്. സോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കുമല്ലോ, നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കാവുമായിരിക്കും, ഇല്ലായിരിക്കാം. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഇത് കാണുക കേട്ടോ, അതാണ് എനിക്ക് പറയാനുള്ളത്. കളർ വെച്ച് നോക്കുമ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈസ് നൈസാണ്. സോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് സ്പൈഡർ നോയർ.